ഗുഡ് മോർണിംഗ്. നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഇന്നത്തെ ലെവൽസ് ഒന്ന് നോക്കിയിട്ട് ക്വിക്കായിട്ട് 5 മിനിറ്റ്സ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ താഴെ നിന്നൊരു അപ്സൈഡ് ആണ് കണ്ടേക്കുന്നത്. ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഹെസ്ബുള്ള തമ്മിലുള്ള ഒരു സീസ് ഫയർ പാർഷ്യലി ആയിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് വന്നതാണ്. ഒന്ന് ഒരു ചെറിയൊരു അപ് ട്രെൻഡിന് ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതിന് റീസൺ കേട്ടോ. അല്ലാതെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതൊന്നുമല്ല. അപ്പോൾ ഇതൊരു അൺസർട്ടൺ ആണ് ഇപ്പോഴും. അപ്പോൾ മാർക്കറ്റ് താഴേക്കും മേളിലേക്കായിട്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കറന്റ്ലി നമ്മൾ ഇന്നലത്തെ പറഞ്ഞിരുന്ന അതേ പോയിന്റ്, അതായത് നമ്മൾ 24 മുതൽ 26 വരെയുള്ള റീജിയനിലാണ് നമ്മൾ സെല്ല് പ്ലാൻ ചെയ്തിരുന്നത്. ആ സെയിം റീജിയനിൽ തന്നെയാണ് ഇപ്പോൾ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇന്നിപ്പോൾ ഇത് മാത്രം പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റീജിയൻ സെല്ലേഴ്സ് ഉള്ള റീജിയൻ ആണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ താഴേക്ക് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ വളരെ വലിയൊരു സെല്ലിംഗ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 500, 502 ആ റേഞ്ച് വരെ നോക്കിയാൽ മതി. പിന്നെ വീണ്ടും ഈ ഒരു റേഞ്ചിലേക്ക് തിരിച്ച് കയറി വരാൻ നേരത്ത് ഒരു 80-83 റേഞ്ചിലോട്ട് വരാൻ നേരത്ത് വീണ്ടും അവിടെ നിന്നൊരു ബൈയിങ് മൊമെന്റം ആണ് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങൾ ഈ ഒരു സ്പേസ് സെല് ചെയ്യാൻ യൂസ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഇതിന് മേളിലായിട്ട് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ സെല് ചെയ്യുന്നത് ഇപ്പോൾ 23-24 ഈ ഒരു റീജിയൻ പെർഫെക്റ്റ് ആയിരിക്കും. 25 റീജിയൻ പെർഫെക്റ്റ് ആയിരിക്കും സെല് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇവിടെ നിന്ന് സെല്ല് ചെയ്യുവാണെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇടാതെ ട്രേഡ് ചെയ്യരുത്. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുവാണെങ്കിൽ 9, ഓക്കെ 15, ഓക്കെ ഏറ്റവും നല്ലത് ആ 20 പോയിന്റ് റിസ്ക് ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു 29 പോയിന്റിന്റെ ടാർഗറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആ ഒരു റീജിയൻ വരെയുള്ള 1:1 ആണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ കിട്ടുന്നത്. നമുക്ക് ഇല്ല, നിങ്ങൾക്ക് അപ്സൈഡ് തന്നെ പോയാൽ മതി എന്നുള്ള ട്രെൻഡ് ബൈ ആണ്, അതുകൊണ്ട് അപ്സൈഡ് മാത്രം പോയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു റീജിയനിൽ വരാതെ ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. 80-83 റീജിയൻ അല്ലെങ്കിൽ ഈ ഒരു റീജിയനിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കിയതിന് ശേഷം 500 മുതൽ 96 വരെയുള്ള റീജിയനിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കി മാത്രം നിങ്ങൾ ബൈ പ്ലാൻ ചെയ്താൽ മതി. അപ്പോൾ ബൈയിങ് ഉള്ള റീജിയൻ ഇവിടെ ഞാനിത് മാർക്ക് ചെയ്തേക്കാം. ഇതാണ് നമുക്ക് ബൈയിങ്ങിനുള്ള റീജിയനും ഇതാണ് നമുക്ക് കറന്റ്ലി കിട്ടുന്ന സെല്ലിങ്ങിലുള്ള റീജിയൻ. നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റോപ്പ് ലോസ് അതിന്റെ മുകളിൽ തന്നെ പ്ലേസ് ചെയ്താൽ മതി കേട്ടോ. കാരണം നിങ്ങൾ റിസ്ക് റിവാർഡൊക്കെ നോക്കുവാണെങ്കിലും ഇല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി മേളിൽ പോയി സെല് ചെയ്താൽ മതി എന്നാണെങ്കിൽ ഈ ഒരു റീജിയനിൽ നിങ്ങൾക്ക് സെല് ചെയ്യാം. റിസ്ക് റിവാർഡ് 50 മേളിൽ വെക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാം. ഇപ്പോൾ 20 പോയിന്റ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഏകദേശം 35 പോയിന്റിന്റെ TP ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനിഷ്യൽ ബുക്കിംഗ് ഒരു 20-28 പോയിന്റിലാകുമ്പോഴത്തേക്കും പാർഷ്യലി ബുക്ക് ചെയ്യാം, ബാക്കി റൈഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ. ഇന്ന് US മാർക്കറ്റ് ഓപ്പൺ ആവുന്നവരെ ഇത് മാത്രം നോക്കിയാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ട്രാക്ക് ചെയ്യുക. എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് പ്ലാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു 2 റീജിയൻ മാത്രം ഇന്ന് ഗോൾഡിൽ നോക്കിയാൽ മതി. ഓക്കെ, ബൈ ബൈ.